അങ്ങനെ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണല്ലോ 17.4 അപ്ഡേറ്റ് നമ്മുടെ എല്ലാം ഡിവൈസുകളിലേക്ക് റിലീസ് ചെയ്തേക്കുവാണ്. ഏകദേശം 1.5 GB നമ്മൾക്ക് ഈ ഒരു അപ്ഡേറ്റ് സൈസ് വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ നെറ്റ്വർക്ക് ഫേംവെയർ ആപ്പിൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അറിയാം 1.55.04 എന്നുള്ളതാണ്. പ്രീവിയസ്ലി ഇത് 1.40.01 എന്നുള്ളതായിരുന്നു. ഐഫോൺ 15 പ്രോയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. 17.4 എന്ന് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഇതൊരു മേജർ അപ്ഡേറ്റ് ആണ് iOS 17-ലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 30-ലധികം പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ ലഭിച്ചിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് പെർഫോമൻസിലേക്കും അതോടൊപ്പം നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതിലെ ഒന്നാമത്തെ കാര്യം ആപ്പിൾ പരിഹരിച്ചിരിക്കുന്നത് iOS 17 റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ പരാതിപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നോർമൽ കോൾ സ്ക്രീനിൽ നമ്മളിപ്പം നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് പ്രത്യേക കോൺടാക്ട് പോസ്റ്ററോ അല്ലെങ്കിൽ ഫോട്ടോയോ ഒന്നും സേവ് ചെയ്യാത്ത നമ്പറുകൾക്ക് നമ്മുടെ കോൾ സ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഗ്രേ കളർ മാത്രമായിരുന്നു. ഏത് നമ്പറിൽ വിളിച്ചാലും ഡയൽ ചെയ്താലും നമുക്ക് ഈ ഒരു ഗ്രേ കളറായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ 17.4 അപ്ഡേറ്റിൽ ആപ്പിൾ നമ്മുടെ വാൾപേപ്പറുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള കളർ, അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാൾപേപ്പർ അനുസരിച്ചായിരിക്കും നമ്മുടെ കോൾ സ്ക്രീൻ വരുന്നത്. അതിപ്പം ഫെയിൽഡ് സ്ക്രീനിലാണെങ്കിലും അത് തന്നെയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു വാൾപേപ്പർ ഇട്ട് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സോ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ വാൾപേപ്പർ അനുസരിച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ കളർ സെറ്റ് ആകുന്നതായിരിക്കും. കോൺടാക്ട്സിൽ വന്ന മറ്റൊരു വിഷ്വൽ ചേഞ്ച് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ 17.3 ആണ് റൈറ്റ് സൈഡിലുള്ള, 17.4 ആണ് ലെഫ്റ്റ് സൈഡിൽ. അതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മളെ ആ ഒരു കോൺടാക്ട് എഴുതിയിരിക്കുന്ന പേര് എഴുതിയിരിക്കുന്ന ആ ഒരു പോസ്റ്റർ ഏരിയ എന്ന് പറയുന്നത് വലുതായിരുന്നു. എന്നാൽ 17.4ലേക്ക് വന്നപ്പം നമുക്കത് ഷോർട്ടൺ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ലിം ആയിട്ടുണ്ട്, ചെറുതാക്കിയിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ വിജിറ്റ് ഓപ്ഷനിൽ പുതിയൊരു സിറ്റി ക്ലോക്ക് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സിറ്റി 3 എന്ന് പറയുന്ന ഈ ഒരു ക്ലോക്ക്. ഈ ഒരു വിജിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന സിറ്റി അതിൻ്റെ പേര് ഏറ്റവും ടോപ്പിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ കറണ്ട് ലൊക്കേഷനും ഈ ഒരു സിറ്റിയും തമ്മിലുള്ള മണിക്കൂറുകളുടെ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് പുതിയ കുറച്ച് ഇമോജീസ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ ഫീനിക്സ്, മഷ്റൂം, ലെമൺ, ഹെഡ് ഫോർവേഡ്, ബ്രോക്കൺ ചെയിൻ ഇതുപോലുള്ള എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിങ്സിലാണ്. അതിൽ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഐഫോൺ 15 സീരീസിൽ മാത്രമാണ് കറൻ്റ്ലി ഈ ഒരു ചേഞ്ച് ഇപ്പം നിലവിലുള്ളത്. ഇനി ഫ്യൂച്ചറിൽ ചേഞ്ചസ് വരുമോ ഇല്ലയോ, മറ്റുള്ള ഡിവൈസുകളിലേക്ക് ചേഞ്ചസ് വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാറ്ററി ഹെൽത്ത്, ചാർജിങ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് 2 സെപ്പറേറ്റ് ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. പ്രീവിയസ്ലി നമുക്കറിയാം സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, ബാറ്ററിയുടെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ് എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ ഓപ്ഷൻ ആയിരുന്നു. അതിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പീക്ക് പെർഫോമൻസും അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ, ബാറ്ററി ഹെൽത്ത് ഇൻക്ലൂഡിങ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററി ഹെൽത്ത് എന്നുള്ളത് സെപ്പറേറ്റ്, ചാർജിങ് ഒപ്റ്റിമൈസേഷൻ്റെ ഓപ്ഷൻ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഈ ബാറ്ററി ഹെൽത്തിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ 15 സീരീസിൽ മാത്രം ഇപ്പം ബാറ്ററി ഹെൽത്ത് നോർമൽ എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. മാക്സിമം കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കും. സൈക്കിൾ കൗണ്ടും കാണാം, മാനുഫാക്ചറിങ് ഡേറ്റും ഫസ്റ്റ് യൂസും കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നത് എന്തായാലും നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ തന്നെ കുറച്ച് ആളുകളുണ്ട് ബാറ്ററി ഹെൽത്ത് കുറയുമോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുകയോ കുറയുകയോ ചെയ്താൽ വളരെയധികം മാനസികമായിട്ട് പോലും വിഷമിക്കുന്ന കുറേ ആളുകളുണ്ട്. സോ അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നത് എന്തായാലും നല്ലതാണ്. കാരണം ബാറ്ററി ഹെൽത്തിന് ഇനി അവർ ഓവർ കൺസേൺ ചെയ്യത്തില്ല. കാരണം ഇവിടെ ഓൾറെഡി ബാറ്ററി ഹെൽത്ത് നോർമൽ ആണെന്നുള്ളത് വളരെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്ത് ഇത് കുറയുന്നതനുസരിച്ച്, ഈ നമ്പേഴ്സ് കുറയുന്നതനുസരിച്ച് ഇത് നോർമലാണോ അല്ലെങ്കിൽ ബാറ്ററിനെ സംബന്ധിച്ച് ഓവറായിട്ട് വറി ചെയ്യുന്ന ആ ഒരു കൺസേൺ ആളുകളുടെ ഇടയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊണ്ടുവന്നതുകൊണ്ട്. സോ തീർച്ചയായിട്ടും ബാക്കിയുള്ള ഡിവൈസുകളിൽ, ബാക്കിയുള്ള ഐഫോണുകളിലേക്കും ഈ ബാറ്ററി ഹെൽത്ത് നോർമൽ എന്നുള്ള ഇൻഫർമേഷൻ കൊണ്ടുവരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഇതോടൊപ്പം തന്നെ ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ച് ബാറ്ററി ആൻഡ് വാറണ്ടിയുടെ ഡീറ്റെയിൽസിനകത്ത് ഇതുവരെ ഐഫോൺ 14 സീരീസ് വരെ നമ്മുടെ മിനിമം ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 500 ആയിരുന്നു. 500 സൈക്കിളിന് ശേഷം ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും തീർച്ചയായിട്ടും എല്ലാ ബാറ്ററീസും. എന്നാൽ ആപ്പിൾ ഐഫോൺ 15 സീരീസ് മുതൽ 15 സീരീസിൻ്റെ ബാറ്ററി എഫിഷ്യൻസി കൊണ്ട് ആ ഒരു 500 സൈക്കിൾസ് എന്നുള്ളത് നമുക്ക് 1000 സൈക്കിൾസിലേക്ക് ആയിട്ടുണ്ട്. അതായത് 1000 സൈക്കിൾസ് ഇനി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. ഐഫോൺ 15 സീരീസിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രത്യേകത. പിന്നീട് വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഫേസ് ഐഡി ആൻഡ് പാസ്കോഡിൻ്റെ ഓപ്ഷനിലാണ്. കാരണം നമുക്ക് പ്രീവിയസ്ലി 17.3 അപ്ഡേറ്റിലാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പാസ്കോഡ് അറിയാവുന്ന ഒരു വ്യക്തിക്കാണ് നമ്മുടെ ഡിവൈസിൽ ലഭിച്ചെങ്കിൽ പോലും
അവർക്ക് യാതൊരു കാരണം വെച്ചാലും നമ്മുടെ പാസ്വേഡുകൾ, നമ്മളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടുകൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന പാസ്വേഡുകൾ ആക്സസ് ചെയ്യാനോ ആപ്പിൾ ID ചേഞ്ച് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷൻസും ആക്സസ് ചെയ്യാനോ സാധിക്കത്തില്ല ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്നാൽ 17.3 17.4 വരുമ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെനു ഓപ്ഷൻ കൊണ്ടുവന്നു. അതിൽ റിക്വയർഡ് സെക്യൂരിറ്റി ഡിലേ എന്ന് പറയുന്നത് ഓൾവേസും എവേ ഫ്രം ഫെമിലിയർ ലൊക്കേഷൻസ് എന്ന് 2 ഡെഡിക്കേറ്റഡ് ടാബ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഉള്ളതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ പ്രീവിയസ്ലി നമുക്കറിയാം ഇതിന് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ലൊക്കേഷനിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ ആർക്ക് വേണമെങ്കിലും ഡിസേബിൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പം അഡീഷണലി ഓൾവേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലൊക്കേഷൻ, ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഏതെങ്കിലും വീടും ഓഫീസും അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മളുടെ ഫോൺ ആർക്കെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാലോ നഷ്ടപ്പെട്ടാലോ ആർക്ക് വേണമെങ്കിലും ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാമായിരുന്നു. എന്നാൽ ഇപ്പം ഓൾവേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഡിസേബിൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ ഫേസ് ID റെക്കഗ്നൈസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 hour ഡിലേയിലേക്ക് പോകും എന്നുള്ള കാര്യം ഇപ്പം കൺഫേംഡ് ആണ്. 17.4 അപ്ഡേറ്റോടെ ഏറ്റവും വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പോഡ്കാസ്റ്റ്. അടിമുടി ആപ്പിൾ പലയധികം ചേഞ്ചസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിലെ ആദ്യത്തെ UI ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പ്ലെയർ ആണ്, നമ്മളുടെ പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യുന്ന ആ ഒരു പ്ലെയർ. സോ ഇതിലെ പ്ലെയറിൽ വന്നിരിക്കുന്ന ചേഞ്ച് ആണ്. താഴെ നിങ്ങൾക്ക് കാണാം 17.4 വന്നപ്പം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ എങ്ങനെയാണോ ആ ഒരു പ്ലെയർ വരുന്നത് ആ രീതിയിൽ എഡ്ജസ് ഒക്കെ ഒന്ന് കർവായിട്ട് ഉള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു പ്ലെയർ കാണാൻ സാധിക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പോഡ്കാസ്റ്റിലേക്ക് പോകാം. 17.4 നമുക്ക് കാണാം ആ ഒരു ടാബ് വ്യൂ ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു പ്ലെയർ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഇതിലെ വലിയ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ നമ്മൾ സോങ്സ് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഇതുപോലെ ലിറിക്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലും ഇപ്പം ലിറിക്സ് അല്ല, നമ്മളുടെ ആ ഒരു ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും. സോ അതിൽ ലൈവായിട്ട് നമുക്ക് എഴുതിയേക്കുന്ന ഈ പോഡ്കാസ്റ്റിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അത് മാത്രം വെറുതെ കാണുക മാത്രമല്ല, നമുക്കിവിടെ സെർച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്കിപ്പം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇപ്പം കോർട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുവാണെങ്കിൽ എത്ര തവണ കോർട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ കോർട്ടിലേക്ക് എവിടെയൊക്കെയാണ് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ടോപ്പിൽ ആ 3 ഡോട്ട് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 3 ഡോട്ട് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വ്യൂ ട്രാൻസ്ക്രിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ ആ ഒരു പോഡ്കാസ്റ്റിൽ എന്തൊക്കെയാണോ കൊടുത്തേക്കുന്നത് ആ കാര്യങ്ങൾ അവിടെ ടെക്സ്റ്റ് ഫോർമാറ്റിൽ കാണാൻ സാധിക്കും. പിന്നീട് പോഡ്കാസ്റ്റ് ആപ്പിൽ മാത്രമല്ല മറ്റ് 2-3 ആപ്ലിക്കേഷനിലും ആപ്പിൾ കൊണ്ടുവന്ന ഒരു UI ചേഞ്ചാണ്. നിങ്ങൾക്ക് ഏറ്റവും താഴത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ടാബ് ബാറിൽ ഹോം എന്നുള്ള ആപ്പ് കാണാൻ സാധിക്കും. ഹോം ഐക്കൺ, ആ ഒരു ഗിഫ് ഐക്കണിൽ വന്നിരിക്കുന്ന ചേഞ്ച് ഇതിൽ നമുക്ക് കാണാം. ലിസൺ നൗ എന്നുള്ള ആ ഒരു പേരിൽ ആണ് ആ ഒരു ഹോം ഐക്കൺ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇതിലേക്ക് വരുമ്പം ഹോം എന്നുള്ള ടാബാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഗിഫ് ഐക്കണിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതേ ചേഞ്ച് തന്നെ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലും അതോടൊപ്പം തന്നെ ബുക്സ് ആപ്പിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആപ്പിൾ മ്യൂസിക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോം എന്നുള്ള പേരിൽ ആ ഒരു ഗിഫ് ഐക്കൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലിസൺ നൗ എന്നുള്ള പേരിലാണ് പ്രീവിയസ്ലി ആപ്പിൾ അത് ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം ഗിഫ് ഐക്കണും ആ പേരും ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് 17.4 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ മാത്രമേ ഉള്ളൂ, മറ്റ് രാജ്യങ്ങളിലേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ വന്നിട്ടില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഡിവൈസ് നിങ്ങൾ 17.4 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതായത് ആപ്പ് സ്റ്റോർ, ആപ്പിളിൻ്റെ സ്വന്തം ഒഫീഷ്യലായിട്ടുള്ള ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രമല്ല നമുക്ക് ആപ്സ് സൈഡ് ലോഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ആപ്പിൾ പേയ്മെൻറ്റ് NFC അൺലോക്ക് ചെയ്തു. അതായത് യൂറോപ്യൻ യൂണിയനിൽ ഇനി ആപ്പിൾ പേയോ ആപ്പിൾ വാളറ്റോ ഇല്ലാതെ തന്നെ മറ്റ് ബാങ്കുകളുടെയും മറ്റ് സർവീസുകളിലും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ഐഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ആപ്പ് സ്റ്റോറിൽ ആപ്പിൾ കൊണ്ടുവന്ന മാറ്റമാണ് നമുക്ക് പ്രൊഫൈൽ ഓപ്ഷനിലേക്ക്, നമ്മുടെ ആപ്പ് സ്റ്റോറിൻ്റെ പ്രൊഫൈൽ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 2-3 ചേഞ്ചസ് അവിടെ UI പരമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രൊഫൈലിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഗെയിം സെൻറ്റർ ഓപ്ഷൻ, ഗെയിം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗെയിം സെൻറ്റർ ഉപയോഗിച്ച് കളിച്ചിട്ടുള്ള ഗെയിംസിൻ്റെ ഒക്കെ അച്ചീവ്മെൻറ്റ്സ്, എത്ര ഫ്രണ്ട്സ് ഉണ്ട്, ഏതൊക്കെ ഗെയിംസാണ് കളിച്ചേക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ സകല ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തൊട്ട് താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം ആപ്സ്, സബ്സ്ക്രിപ്ഷൻ, പർച്ചേസ് ഹിസ്റ്ററി, നോട്ടിഫിക്കേഷൻ. അതായത് ഇവിടെ പർച്ചേസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
അത് ഉപയോഗിച്ചുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റീഫണ്ടിന് കൊടുക്കണം അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ആ ആപ്പിൽ ടാപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് iMessage-ലാണ്. iMessage ആണ് ഇപ്പം ഏറ്റവും ടോപ്പ് സെക്യൂർ ആയിട്ടുള്ള ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. iMessage ആണ് ഇന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ലെവൽ 3 സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് മെസ്സേജിങ് ആപ്പ് എന്ന് പറയുന്നത്. അതായത് ആപ്പിളിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള TQ3 എന്ന് പറയുന്ന സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ് iMessage എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് പ്രീവിയസ്ലി ഇല്ലാത്ത അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ഒരു പുതിയ ഫീച്ചറാണ് മെസ്സേജ് ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ മെസ്സേജ് ഫോർ ബിസിനസ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ. സോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു അല്ലെങ്കിൽ ഫ്ലൈറ്റ് ട്രാക്കിങ്, ഓർഡർ ട്രാക്കിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിപ്പം iMessage-ലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് കാർപ്ലേ 2.0 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. കാർപ്ലേ 2.0യുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ഇമേജിൽ നിങ്ങൾ കാണുന്ന പോലെ നാവിഗേഷൻ, നമുക്ക് ഡ്യുവൽ സ്ക്രീൻ വരുന്ന കാറുകളിൽ, ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് കാറുകളിലൊക്കെ മിക്കതിലും നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മാത്രമല്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും നമുക്ക് ഇതുപോലത്തെ ഡിസ്പ്ലേസ് വരുന്നുണ്ട്. സോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ടാറ്റ നെക്സോണിലൊക്കെ നമുക്ക് ആ ഒരു ഫീച്ചർ ഉണ്ട്. സോ അതിലും നമുക്ക് ഈ കാണുന്ന പോലെ മാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. നാവിഗേഷൻ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും യൂസ് ചെയ്യാൻ സാധിക്കും. ആപ്പിൾ മാപ്സ് അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന മാപ്സ് എല്ലാം അതിൻ്റെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും അല്ലെങ്കിൽ അഡ്വാൻറ്റേജും നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ. ഇനി ഈ ഒരു അപ്ഡേറ്റിന്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി, ഈ പെർഫോമൻസും ബാറ്ററിയും അടിപൊളിയാണ്. ഇപ്പം ഈ ബാറ്ററിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് തരാൻ സാധിക്കുന്നില്ല, പക്ഷേ ഉപയോഗിച്ചിടത്തോളം അടിപൊളിയാണ്. ഇതുവരെ വന്നതിൽ ഏറ്റവും മികച്ച ബാറ്ററി ബാക്കപ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ബാക്കപ്പ് ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പെർഫോമൻസിൽ എനിക്ക് ഇതുവരെ ഞാൻ ഉപയോഗിച്ച ഇത്ര മണിക്കൂറിൽ എനിക്ക് യാതൊരു ഗ്ലിച്ചോ ഹിക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു റിലീസ് വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാതെ തന്നെ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ സകല ഡീറ്റെയിൽസും സംസാരിക്കുന്നതായിരിക്കും, ബാറ്ററിയും പെർഫോമൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇനി ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ യൂറോപ്യൻ യൂണിയനിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് 17.4. അപ്പോൾ ഇതൊക്കെയാണ് 17.4 അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മീ വില്ലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.